രാജഹംസമേ. സ്വാഭാവികമായിട്ട് നമ്മൾ ആ വരികളുടെ ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ടാണല്ലോ പാടുന്നത്. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ. നമസ്കാരം, ESP മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇബ്രു. ഇന്ന് എൻ്റെ മുമ്പിൽ യാദൃശ്ചികമായിട്ട് ഒരു പാട്ടുകാരിയെ കിട്ടിയിരിക്കുകയാണ്, ചിത്ര അരുൺ. നിങ്ങൾക്ക് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരുപാട് പാട്ടുകളൊക്കെ ഡിവോഷണൽ സോങ്സും അതുപോലെ ആൽബം സോങ്സും സിനിമാ ഗാനങ്ങളും ഒക്കെ പാടിയിട്ടുള്ള ചിത്ര അരുണിനെയാണ് എൻ്റെ മുമ്പിൽ പിടിച്ചിങ്ങനെ കിട്ടിയേക്കുന്നത്. എന്താ പറയേണ്ടത് പോലും എനിക്കറിയില്ല, യാദൃശ്ചികമായിട്ട് കിട്ടിയതാണ്. പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ കിട്ടുമെന്ന്. സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ പോകാറുണ്ട് റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വരുമോ എന്നും ചോദിച്ചുകൊണ്ട് പിടിച്ച് നിർത്തിയേക്കാണ്. എത്ര വർഷമായി ഇതിലേക്ക് വന്നിട്ട്? ഇപ്പൊ 18 വർഷമായി. 18 വർഷമായിട്ട് ഈ പാട്ട് രംഗത്ത് തന്നെ സജീവമായിട്ട്. കുട്ടിയിലെ പാട്ട് പഠിച്ചിരുന്നു, പിന്നെ ഇതൊരു പ്രൊഫഷനായിട്ട് ഒരു 18 വർഷമായി. 18 വർഷമായി. എടുത്തു പറയാൻ പറ്റിയ ഓർമ്മയിൽ പെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന പാട്ട് ഏതാണ്? ഞാൻ പാടിയതിൽ എനിക്ക് ദൈവനിന്ദനല്ലാകുന്നു എന്നുള്ള ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് തന്നെയാണ് എന്നെ. അതും പിന്നെ പുഴയുടെ തീരത്ത് എന്ന് പറയുന്ന ഒരു ലളിതഗാനുണ്ട്. അത് രണ്ടുമാണ് എന്നെ ആക്കിയ പാട്ടുകാരി എന്ന് ആക്കിയ പാട്ട്. സാധാരണ ഒരു ഡിവോഷണൽ സോങ്സ് എന്ന് പറയുന്ന ഒരാൾ ഒരു പാട്ടൊക്കെ എഴുതാൻ ഒരു ഫീമെയിൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് ചിത്ര അരുണാണ്. അതറിയില്ല, അത് ഈ പറയണ പോലെ ഈ പാട്ടായിരിക്കും, ഇതന്നെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സൗണ്ടും ആ ഒരു ഫീലും ഈ പാട്ട് എഴുതി തരാൻ നേരത്ത് ആ ഒരു ഫീൽ വെച്ചിട്ടാണല്ലോ പാടുന്നത്. പല ക്ലിപ്പുകൾ നമ്മൾ കാണാറുണ്ട്. ഈ വീഡിയോ പാട്ട് പാടിയിട്ട് നമ്മൾ സോങ് വിഷ്വൽ വരാൻ നേരത്ത് ആ ഫീല് പാടാൻ നേരത്തും അതും ഫേസിൽ വരുന്നുണ്ട്. അത് ശരിക്കും എടുത്തിട്ട് തന്നെയാണ് പാടുന്നത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും സ്ക്രിപ്റ്റ് തരാൻ നേരത്ത് നമ്മുടെ മനസ്സിലേക്ക് അത് കയറി വരും. സ്വാഭാവികമായിട്ട് നമ്മൾ ആ വരികളുടെ ഒരു അർത്ഥം മനസ്സിലാക്കിയിട്ടാണല്ലോ പാടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അത്രക്ക് ആഴത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് ഓരോ വരികൾ. ചില വരികളൊക്കെ അങ്ങനെ ഇറങ്ങുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഓക്കെ, ഒരു 2 വരി പാട്ട്. തീർച്ചയായിട്ടും എനിക്കിഷ്ടമുള്ള പാട്ട് മതി. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ, സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ, എവിടെ എൻ്റെ സ്നേഹഗായകൻ, ഓ രാജഹംസമേ. സൂപ്പർ. ഞാൻ എന്താ പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തിനാ പിടിച്ച് നിർത്തിയെന്നുള്ളത്. ഇതുപോലത്തെ 2 പാട്ടുകൾ എനിക്കൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആളുകൾ എല്ലാവരും ഈ പാട്ട് പാടി ഇതായിട്ടാണല്ലോ പോണേ, കാസറ്റിലൂടെയും അല്ലെങ്കിൽ തന്നെ നമ്മൾ പറയുന്ന ചാനലിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയൊക്കെയാണ് പാട്ടുകൾ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കിട്ടുമ്പോൾ എനിക്കൊരു ഹൈപ്പാണല്ലോ, പറയാൻ പറ്റുമ്പോ തന്നെ. എന്റെ അറിവിൽ എല്ലാവർക്കും അറിയാമെന്നാണ് എനിക്ക് തോന്നണത്. എത്ര പാട്ട് പാടിയിട്ടുണ്ടാവും ഇപ്പൊ ടോട്ടൽ അറിയാൻ പറ്റുമോ? ഒരു 3500-ന്റെ മേലെയായി ഡിവോഷണൽ സോങ്സ് പാടിയിട്ടുണ്ട്. ഏറ്റവും മെയിൻ ആളുകളുടെ ഒക്കെ കൂടെ കോമ്പ് ചെയ്ത് പ്രോഗ്രാമിന് ലൈവ് ദാസാറുടെ ഒപ്പം തുടങ്ങി, ഒരുമാതിരി എല്ലാ സിംഗേഴ്സിന്റെ ഒപ്പം. അല്ലല്ല, അത് ദാസാറുടെ ഒപ്പം പാടാൻ പറ്റും, അതുപോലെ പി ജയേന്ദ്രൻ സാറിന്റെ ഒപ്പം ഒന്നും പറ്റുന്നുള്ളത് തീരെ വിചാരിക്കാത്തൊരു കാര്യമാണ്. അത് ശരിക്കും നമ്മൾ കുന്നോളം ആഗ്രഹിച്ചാൽ മലയോളം കിട്ടും എന്നുള്ളത് പറയാം. ഞാൻ വിചാരിക്കാത്തൊരു കാര്യമാണ്. എനിക്കത് ഭയങ്കര എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കരുതുന്ന ഒരാളാണ്. അങ്ങനെ കുറേ ഭാഗ്യങ്ങളാണ് ഈശ്വരൻ ജീവിതത്തിൽ ഇതുവരെ തന്നിരിക്കണേ. 3500ഓളം പാട്ടുകളാണ് പാടിയിരിക്കുന്നത്, ഡിവോഷനിലും അതുപോലെ തന്നെ ആൽബങ്ങളിലൂടെയൊക്കെ വളരെ ഹിറ്റായി വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊരു പാട്ടും കൂടി. ഞാൻ പാടിയ പാട്ടാണ്. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകിത്തീരുമോ. സൂപ്പർ.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവമുണ്ട് ഇവരോട്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എന്തായിരിക്കും എന്ന് ഈ പ്രേക്ഷകർക്ക് ചിന്തിക്കാമല്ലോ എന്തായിരിക്കും. നിങ്ങളൊന്ന് ജസ്റ്റ് യൂട്യൂബിൽ കയറിയിട്ട് ചിത്ര അരുണെന്നും പറഞ്ഞ് വെറുതെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു വീട്ടിൽ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോണ സമയത്ത് ആ വീട്ടിൽ ആ കൊച്ചിന് സുഖമില്ലാത്തൊരു കുട്ടി, ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അപ്പം ആ കൊച്ചവിടെ യൂട്യൂബിൽ ചിത്ര അരുണിൻ്റെ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഈ ആള് ഇതാകുമ്പോൾ ഞാൻ നോക്കാൻ നേരത്തെ ഇങ്ങനെയാണ്. അപ്പം അത്രമാത്രം ആളുകളുടെ ഇടയിലേക്ക് ഉണ്ട്. നേരത്തെ പറഞ്ഞില്ലേ ആളുകൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ആ കൊച്ചിന് അത്രമാത്രം ആ ദൈവതുല്യമായിട്ടുള്ള ആ ഒരു പാട്ട് ആ കൊച്ച് കേട്ടുകൊണ്ടിരുന്നു. ഞാൻ എൻ്റെ ചാനലിലൂടെ തന്നെ അത് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോയിൽ ഇതിങ്ങനെ ഞാനതിൽ കാണിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ കൊച്ചിന് സുഖമില്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംഭവത്തെ ആ കൊച്ചിന് ഏറ്റവും കൂടുതൽ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് വീഡിയോയിലല്ലാതെ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ പാടിയ ആളെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായി. അപ്പം അതുപോലെ ഒരുപാട് വീടുകളിൽ ഉണ്ട്. അപ്പോൾ ഈ ആളിതാണെന്നൊന്നും അറിയിക്കണ്ടേ. അപ്പം ഓക്കെ. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് നേരം സംസാരിക്കാൻ പറ്റിയാലും ഒരു പാട്ട് ചോദിച്ചപ്പോൾ 2 പാട്ട് തന്നു. ഇനി പാടാൻ പറ്റുമെങ്കിൽ ഒരു പാട്ട് കൂടി പാടി വേണമെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഒരു പാട്ട് കൂടി പാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയിലൊരാകാശം കണ്ടു, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു. തിരുവോണ തോണികൾ കണ്ടു. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. ഒരുപാട് സന്തോഷം. 3 പാട്ടെങ്കിലും എനിക്ക് പാടി തന്നല്ലോ. പിന്നെ ഈ ഒരു ചാനലിൽ വരാൻ പറ്റിയതിലും എനിക്ക് എൻ്റെ ചാനലിലെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം. എന്തായാലും ഇബ്രുവിന്റെ യാത്ര നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രു.